റിപ്പോർട്ട് എക്സ്ക്ലൂസീവ്. കണ്ണൂർ പിലാത്തറയിൽ ആക്രമിക്കപ്പെട്ട കാർ സുഹൃത്തിന് കൈമാറിയതാണെന്ന വാഹന ഉടമ റിപ്പോർട്ടറിനോട്. നാട്ടിൽ നിന്നും വരാൻ സുഹൃത്തിന്റെ കുടുംബത്തിനാണ് വാഹനം കൊടുത്തത്. വാഹനം കൊണ്ടുപോയ ആൾ വീട്ടിലുണ്ട് എന്നും ഉടമ പറഞ്ഞു. സംഭവം എൻ്റെ ഫ്രണ്ട് ആണ് നാട്ടിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. അവനിക്ക് ഞാൻ വണ്ടി കൊടുത്തത് വരാൻ വേണ്ടി. മഹാരാഷ്ട്രയിലുള്ള എൻ്റെ ഫ്രണ്ടാണ്. നല്ല സുഹൃത്ത്. അവൻ്റെ ഫാമിലി കൊണ്ടുപോകാൻ. അവനുണ്ട്, വീട്ടിലുണ്ട്. സ്റ്റേഷനിലെത്തി. ഇന്ന് രാവിലെയാണ് കണ്ണൂർ പിലാത്രയിൽ ദുരൂഹ സാഹചര്യത്തിൽ കാർ കണ്ടെത്തിയത്. ബോണറ്റും ഡോറും തുറന്ന നിലയിൽ കാറിൽ രക്തക്കറയും കണ്ടെത്തിയിരുന്നു. അർജുൻ കല്യാട് വിവരങ്ങൾ നൽകും. അർജുൻ, ആകെക്കൂടെ ദുരൂഹതയാണല്ലോ, എന്താണ് പോലീസ് സംശയിക്കുന്നത്? സ്മൃതി, തീർച്ചയായിട്ടും വലിയ ദുരൂഹത തന്നെയാണ് ഈ സംഭവത്തിൽ ഉള്ളത്. ഇപ്പോൾ ഈ കാർ ഉടമ നമ്മളോട് സംസാരിച്ചത് പ്രകാരമാണെങ്കിൽ സുഹൃത്തിനെ കൊണ്ടുപോകാൻ വേണ്ടി മഹാരാഷ്ട്രയിലുള്ള സുഹൃത്തിന് കാർ വിട്ടു നൽകിയതാണ് എന്നുള്ളതാണ് ഈ കാർ ഉടമ അശോക് യശ്വന്ത് വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തെ ഈ കാറ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിച്ചതിന് ശേഷമാണ് ഇപ്പോൾ പരിയാരം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. ഈ കാറ് കൈമാറിയിട്ടുള്ള വ്യക്തിയെ കൂടി ഇപ്പോൾ ഈ പരിയാരം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ ദുരൂഹത തന്നെയാണ് ഈ സംഭവത്തിന് പിന്നിലുള്ളത്. എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഒരുപാട് സംശയങ്ങൾ പോലീസിന്റെ പക്കലുണ്ട്. CCTVകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണങ്ങളും നടക്കുന്നുണ്ട്. ഇവരെ ആക്രമിച്ചത് അല്ലെങ്കിൽ ഇവരെ സഞ്ചരിച്ചിട്ടുള്ള കാർ ഏത് തരത്തിലാണ് ഈ പറയുന്ന ഒഴിഞ്ഞ പിലാത്തറ കോപ്പറേറ്റീവ് കോളേജിന്റെ റോഡിലേക്ക് എത്തിയതെന്നും അവിടെ ഏത് തരത്തിലാണ് ഈ ആക്രമണം നടന്നതെന്നും അതിനുശേഷം എന്തുകൊണ്ടാണ് ഇവർ പിന്നീട് എവിടെയും പരാതി നൽകാതെ പലയിടങ്ങളിലേക്കായി പോയത് എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ ഒരു വ്യക്തത വന്നിട്ടില്ല. അതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷണം നടത്തേണ്ടത്. എന്തായാലും സ്വർണ്ണ പണ ഇടപാടുകളോ അല്ലെങ്കിൽ അത്തരത്തിൽ കുഴപ്പണ ഇടപാടുകളോ ഒക്കെ ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ള സംശയങ്ങൾ പോലീസിന്റെ പക്കലുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്മൃതി, ശരി.